നമ്മുടെ കർത്താവിന്റെ ശ്രീമാനാവും പോലെ നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടരുടെ സൈന്യങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ മണവാളന്മാരെയും മണവാട്ടിമാരെയും ദൈവം വിളിച്ച് ഈ ദേവാലയത്തിന് ബലിപീഠത്തിന് മുമ്പിലേക്ക് കൂട്ടിക്കൊള്ളുവാണ്. ഇവരെ ഒരു കുടുംബമായി ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കുടുംബം എന്നത്. ആയതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്ത് ആ കുടുംബത്തിലൂടെയാണ് ദൈവങ്ങളുടെ പദ്ധതികളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഏതെല്ലാം പദ്ധതികളെയും ഏതെല്ലാം തിരുവചനങ്ങളെയും ഭൂമിയിൽ നടപ്പാക്കിയിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുടുംബങ്ങളെ പിന്നീട് ദൈവം ഉയർത്തി ലോകത്തിന് മുഴുവൻ മാതൃകയാക്കി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഇസഹാക്കിനെ തിരഞ്ഞെടുക്കുമ്പോഴും യാക്കോബിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പരിപാലന ദൈവജനത്തിൽ നൽകുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുമായി സഹകരിച്ച് അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടായിട്ടുണ്ട്, വീഴ്ചകളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ദൈവം അറിയപ്പെടാൻ പോലും ആഗ്രഹിച്ചത് ആ കുടുംബത്തിൻ്റെ പേരിലാണ്. മോശയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, കർത്താവേ ആരാണ്? അപ്പോൾ അവൻ പരിചയപ്പെടുത്തി, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബത്തിന് മർമ്മപ്രധാനമായ സ്ഥാനമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ. അതോടൊപ്പം പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി അവർ കുടുംബത്തെ തിരഞ്ഞെടുത്തു. അതാണ് നസറേത്തിലെ കുടുംബം. ഇന്ന് ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ, സാമൂഹ്യമായിട്ട് നോക്കിയാൽ, അതുപോലെ ധാർമ്മിക നിലയിൽ നോക്കിയാലും ഒരു കുടുംബം നിലനിൽക്കുവാൻ ചില ചർച്ചകളൊക്കെ അത്യാവശ്യം. എന്നാൽ പ്രിയമുള്ളവരെ, യോസേഫിന്റെയും കന്യാമറിയാമിന്റെയും കുടുംബജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബജീവിതമായി അതിനെ വാഴ്ത്തുമ്പോൾ ആ മണവാളനും മണവാട്ടിയും തമ്മിൽ ഒരു തരത്തിലും സാമൂഹിക രീതി നോക്കിയാലും മറ്റു രീതി നോക്കിയാലും അവർ തമ്മിൽ ദൈവം നിശ്ചയിച്ചതല്ലാത്ത ഒരു ചർച്ച അവർ തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടും ദൈവജനത്തോടും ദൈവത്തോടും സഹകരിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ പ്രധാന കുടുംബം നസറേത്തിലെ കൊച്ചുകുടുംബമായി മാറി. ആയതുകൊണ്ട് ഇതാ ദൈവം തങ്ങളെ വിളിച്ചു, വേർതിരിച്ചു, തങ്ങളെ ഒന്നിപ്പിച്ചു എന്നതാണ് നിങ്ങളുടെ ഈ കുടുംബജീവിതം നയിക്കുവാനായിട്ട് വേണ്ടിയായി കാണുന്നത്. അതോടൊപ്പം കുടുംബ ദൈവം സ്ഥാപിക്കുമ്പോൾ കൂട്ടായ്മയായിട്ടാണ് സ്ഥാപിക്കുന്നത്. പ്രത്യേക ദൈവം ഒരു കൂട്ടായ്മ, അതിൻ്റെ മാതൃകയാണ് ഭൂമിയിൽ കുടുംബത്തെ സ്ഥാപിക്കുന്നത്. ആയതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ബലിപീഠത്തിന് മുമ്പിൽ വന്നെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളെ ഒന്നിപ്പിച്ച് അയക്കുമ്പോൾ 2 പേരല്ല 3 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് നിങ്ങളുള്ളത്. പ്രത്യേക ദൈവത്തിന് മാറും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ബലിപീഠത്തിൽ നിന്ന് ഈ കൂതാശ വഴിയായ ക്രിസ്തു നിങ്ങളോട് കൂടെ വരികയാണ് കുടുംബജീവിതത്തിന്റെ നായകൻ. ആയതുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. യോസേഫിന്റെ ജീവിതത്തിൽ ക്രിസ്തു നഷ്ടപ്പെടുക അനുഭവമുണ്ടായി. എന്നാൽ ക്രിസ്തു നഷ്ടപ്പെടുക തിരിച്ചറിയുവാൻ അവർക്കുണ്ടായപ്പോൾ അവരെവിടെയാണോ ക്രിസ്തു നഷ്ടപ്പെട്ടത് ആ സ്ഥലത്ത് തിരിച്ചു വന്ന് ആ ക്രിസ്തുവിനെ കൂടെ ചേർക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഇന്ന് അവരുടെ കുടുംബജീവിതത്തിൽ വളരെ ശൂന്യമായിട്ടാണ് നടന്നത്. അതിൻ്റെ വലിയ കാരണം ഇതാ വിവാഹ ജീവിതത്തിലൂടെ തങ്ങളുടെ കൈപിടിച്ച് നടക്കുന്ന ക്രിസ്തു തങ്ങളുടെ ജീവിതത്തിൽ അന്യമാകുന്നത് അവരുടെ തിരിച്ചറിയുന്നു. ആയതുകൊണ്ട് ഈ മണവാളനെയും മണവാട്ടിമാരെയും ഓർമ്മിക്കുവാനായിട്ടുള്ളത് നിങ്ങളോട് കൂടെ വരുന്ന ക്രിസ്തു നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് കൂടെ ഉണ്ടോ, അവൻ്റെ വഴിത്താരയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് ചിന്തിക്കുവാനും ശ്രദ്ധിക്കുവാനും തങ്ങളുടെ മക്കളെയും തലമുറകളെയും അത് പഠിപ്പിക്കുവാനും പ്രത്യേക കാര്യങ്ങളുണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ഒരു കുടുംബജീവിതം സ്ഥാപിക്കുമ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് കർത്താവ് വേദപുസ്തകത്തിൽ പറയും, നിങ്ങൾ സന്താന കൃഷിയുള്ളവരായി വർദ്ധിച്ച് ഇരിക്കണം.
എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം കുടുംബജീവിതക്കാരെ ജീവന്റെ കാവൽക്കാരായിട്ടാണ് ദൈവം അനുഗ്രഹിച്ച് നിയോഗിക്കുന്നത്. ആയതുകൊണ്ട് ഓരോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ കുടുംബജീവിതത്തിൽ ജീവന്റെ കാവൽക്കാരും ജീവന്റെ സംരക്ഷകരുമാണ്. ആയതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വന്നവർ ജീവന്റെ മേൽ കൈവെക്കാൻ പാടില്ല. ആയതുകൊണ്ട് ജീവന്റെ സംരക്ഷകരാണെന്നുള്ള തിരിച്ചറിവ് കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പാട്ട് ശുശ്രൂഷ ദൈവമേ പരിശുദ്ധനാകുന്നു.
ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമാകുന്നവരും
നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ടവനായ സാധാരണദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരുടെ ആത്മീയമന്ത്രിത്വത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയും ഒരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യനും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു.
നാമത്തിൽ സർവ്വകാല സർവ്വത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മനുഷ്യരുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ ഭർത്താവിന്റെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭക്തന്മാരെ അനുസരിക്കുവിൻ. എന്നാൽ മനുഷ്യ സഭയുടെ കഥയും ശരീരത്തിന്റെ രക്ഷമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ കഥയാകുന്നു. സഭ മനുഷ്യ കീഴ്പ്പെടുവാൻ തന്നെ ഭാര്യമാരുടെ ഭക്തന്മാർക്ക് സഭത്തിൽ കീഴ്പ്പെടണം. പുരുഷന്മാരെ മനുഷ്യന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സഭയെ ചരിത്ര സ്നാനങ്ങളും വചനങ്ങളും വേണമെന്ന് ശുദ്ധീകരിക്കുവാനും കുറ്റമോ പ്രഭവമോ തത്വമായ മറ്റു വിധമോ കൂടാതെ നിങ്ങളെ വിശുദ്ധമായ തേജസ്സിനെ സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്കായി വിഷയ സംഭവങ്ങളെ സംഭവിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർക്കുന്ന ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സന്ദർശനത്തെ ഘോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ ഘോഷിപ്പിക്കുകയും അതിലേക്ക് വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസന്ധികളും അസ്ഥിസന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെ മാതാവിനെ വിട്ടുവരുന്ന് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിങ്ങനെ വേറെ ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മസിയെ കുറിച്ചും അവരുടെ സഭയെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ സുഹൃത്തായിരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ ഭർത്താവിനോട് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീക്കുകയും ദീർഘായുസ്സുമായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ രൂപമായിരിക്കുന്നത് വാർത്തകളോടുകൂടിയ പ്രധാനത്തെയാകുന്നു. ഈ വിധ കുറ്റകരങ്ങളിൽ
വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനത്തിന്റെ ശങ്കരല്ല എന്ന്